സിന്ധു കൃഷ്ണകുമാറിൻ്റെ അച്ഛൻ മരിച്ച വിവരം അറിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായി മാറുന്നു. കാരണം സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ഇതിനു മുൻപും ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ അച്ഛന് വയ്യാതായി എന്ന് പറഞ്ഞുകൊണ്ട് സിന്ധു കൃഷ്ണകുമാർ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രംഗനാഥൻ എന്ന സിന്ധുവിൻ്റെയും സിമിയുടെയും അച്ഛൻ്റെ മരണം ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. ഇന്ന് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരെല്ലാവരും ഈ പോസ്റ്റുമായി എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ സിന്ധുവിൻ്റെ സഹോദരി സിനിയുടെ മകൾ തൻവി പങ്കുവയ്ക്കുന്നൊരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. പൂർണ്ണ ഗർഭിണിയായി വിദേശത്ത് നിൽക്കുന്ന കുഞ്ഞ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇവിടെ നാട്ടിലേക്ക് വരാനായിരുന്നു. എന്നാൽ അതിപ്പോൾ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. പൂർണ്ണ ഗർഭിണിയായതിനാൽ തന്നെ ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, നേരത്തെ ടിക്കറ്റ് എടുത്തതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് മുൻപിലുള്ളത്. എൻ്റെ അപ്പൂപ്പൻ്റെ അവസാന നാളുകളോ എൻ്റെ അപ്പൂപ്പൻ യാത്രയാകുന്നതോ കാണാൻ എനിക്ക് പറ്റുന്നില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖം. എൻ്റെ പ്രസവം കഴിഞ്ഞ് കുഞ്ഞുമായി വന്ന അപ്പൂപ്പനുമായി ഒരുപാട് കളിക്കാമെന്നും സംസാരിക്കാമെന്നും കരുതിയിരുന്നതാണ്. എന്നാൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു വേദന ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഇടയ്ക്ക് സിന്ധു കൃഷ്ണ പങ്കുവച്ചൊരു വീഡിയോയിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു സിന്ധുവിൻ്റെ പ്രിയപ്പെട്ട ഈ സഹോദരി പുത്രി അപ്പൂപ്പനോടൊപ്പം സംസാരിക്കുന്ന വീഡിയോ. അപ്പോൾ അപ്പൂപ്പൻ സമാധാനമായി ഇരിക്കാൻ പറയുന്നുണ്ടായിരുന്നു. മറ്റേത് ചെറുമക്കളെക്കാട്ടിലും തൻവിയോടൊരു സ്നേഹം കൂടുതലുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ തൻവിക്ക് അപ്പൂപ്പനോടുള്ള സ്നേഹം ഉള്ളതുകൊണ്ടായിരിക്കാം. സ്നേഹം കൂടുതലും തൻവി കാണിക്കുന്നത് കൊണ്ടായിരിക്കാം. അന്ന് ആശുപത്രിയിലായിരുന്നപ്പോൾ പോലും തൻവി വിളിക്കുകയും തൻവിയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. നീ കൂടുതൽ ടെൻഷനൊന്നും അടിക്കണ്ട, നീ കുഞ്ഞിനെ നോക്ക്, അവനെ നോക്കി അവിടെ നിൽക്ക്, എനിക്കൊരു പ്രശ്നവുമില്ല. ഇങ്ങനെയായിരുന്നു ആശ്വസിപ്പിക്കാൻ വേണ്ടി തൻവിയോട് അപ്പൂപ്പൻ പറഞ്ഞിരുന്നത്. പ്രേക്ഷകർ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോൾ ദുഃഖത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത്. നടിയല്ലെങ്കിലും ഒരു നടൻ്റെ ഭാര്യ എന്ന നിലയിലും ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ ഭാര്യ എന്ന നിലയിലും 4 മക്കളുടെ അമ്മ എന്ന നിലയിലും സിന്ധുവിനെക്കുറിച്ച് മലയാളികൾക്ക് നന്നായി അറിയാം. ഓരോ കാര്യങ്ങളും വ്ളോഗിലൂടെ പങ്കുവയ്ക്കുന്നത് കൊണ്ട് തന്നെ സിന്ധുവിൻ്റെ വീട്ടിലെ കാര്യങ്ങളും അറിയാം. ഡാഡി അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ അച്ഛനെ അമ്മയെക്കുറിച്ച് ഇതിനു മുൻപും സിന്ധു പങ്കുവച്ചിട്ടുണ്ടൊരു വീഡിയോ. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും പ്രേക്ഷകർക്ക് നന്നായി അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പോസ്റ്റുകളടക്കം വൈറലായി മാറുന്നത് എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നു. ആരാധകരുടെ പ്രീതി വളരെയധികം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ എല്ലാവരും സിന്ധുവിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളോടൊപ്പമുണ്ട്. എങ്ങനെയാണ് നിങ്ങളോട് ഈ ദുഃഖത്തിൽ പങ്കുചേരേണ്ടതെന്ന് അറിയില്ല, പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ ഫോളോവേഴ്സായി ഒപ്പം തന്നെയുണ്ട്. തൻവിയുടെ വിഷമം മനസ്സിലാവുന്നുണ്ട്. തൻവിയോട് അവസാനം അപ്പം പറഞ്ഞതും കുഞ്ഞുമായി വരൂ, നമുക്ക് ഒരുമിച്ച് കളിക്കാം എന്ന് തന്നെയായിരുന്നു. എന്നാൽ അത് സാധിക്കാതെ പോയതിൻ്റെ സങ്കടമാണ് തൻവിക്കുള്ളത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.